+2 സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ നടന്നു വരുന്ന വിവരം നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് മനസ്സിലാക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിഞ്ഞു, ചില സ്ഥലങ്ങളിൽ നടന്നു കൊണ്ടിരിക്കുന്നു, ചില സ്ഥലത്ത് ഇനിയും ആരംഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ഏകദേശം 2026 ഇത് വരുമോ എന്ന് നമുക്കിപ്പോൾ തീർച്ച പറയാൻ ആവില്ല. എങ്കിലും ചില സ്ഥലങ്ങളിൽ, ചില താലൂക്കുകളിൽ, ആ താലൂക്കുകളിലെ ചില ബ്ലോക്കുകളിൽ ഡിജിറ്റൽ സർവേ ഏകദേശം പൂർത്തിയാക്കുകയും ചിലതൊക്കെ തന്നെ ഗസറ്റിൽ വിജ്ഞാപനം വരികയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളിൽ ഇതിനോട് ഏകദേശം അറിയാൻ ആഗ്രഹമുള്ള എല്ലാവരോടും ആദ്യം എനിക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം, അത് മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അത് സംബന്ധിച്ച് അറിയേണ്ട എല്ലാ വിവരങ്ങളും ഈ ഡിജിറ്റൽ സർവേ വിഭാഗം ഗസറ്റ് വഴിയാണ് പബ്ലിഷ് ചെയ്യുക. ഡ്രാഫ്റ്റ് മിക്കവാറും പുറത്ത് താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും നിങ്ങൾക്ക് റെഫറൻസിന് കിട്ടിയേക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ ഇത് ഗസറ്റിലത്തേക്ക് ഇത് വിജ്ഞാപനമായി വരും. സർക്കാരിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനങ്ങൾ ഗസറ്റ് മുഖേനയാണ് പബ്ലിക്കിനെ അറിയിക്കുന്നത്. അപ്പോൾ ഈ അതിർത്തി സംബന്ധിച്ചിട്ടുള്ള പുതിയ ഡിജിറ്റൽ സർവേ വിവരങ്ങൾ, അതിൻ്റെ തീർച്ചപ്പെടുത്തലുകൾ അഥവാ അന്തിമ വിജ്ഞാപനം, ഫൈനൽ നോട്ടിഫിക്കേഷൻ നിശ്ചയമായും ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിർത്തി സംബന്ധിച്ച തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ആത്യന്തികമായി ഉതകുന്ന ഒരു സർവേ റെക്കോർഡ്സാണ് ഡിജിറ്റൽ സർവേ വഴി ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഒരു ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിഞ്ഞ് നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിർത്തി സംബന്ധിച്ച് ഒരു തർക്കവും കേരളത്തിൽ ബാക്കി ഉണ്ടാവില്ല. നമുക്ക് തർക്കിക്കാൻ പോകാൻ പറ്റില്ല. കാരണം അതൊരു കൺക്ലൂസീവ് പ്രൂഫ് എന്ന നിലയിലേക്ക് അത് വരികയാണ്. അന്തിമമായിട്ട് നമ്മുടെ അതിരുകൾ തീർച്ചപ്പെടുത്തുകയാണ്. അത് പ്രകാരം അത് തീർച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അതിർത്തിക്കല്ലുകൾ എടുത്തുകൊണ്ട് പോയാലും വെട്ടിപ്പിടിച്ചാലും ഒന്നും ഒരാളിനും മറ്റൊരാളിൻ്റെ ഭൂമി കയ്യേറാൻ പറ്റുകയില്ല. ഈ വിവരമൊക്കെ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറയുന്നത് അന്തിമ വിജ്ഞാപനം വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഗസറ്റിൽ വരും എന്നുള്ളതാണ്. അതിൽ പ്രസിദ്ധപ്പെടുത്തും. ഓരോ താലൂക്കിൻ്റെ പേര്, ബ്ലോക്കിൻ്റെ പേര്, സർവേ നമ്പറുകൾ, ആ സർവേ നമ്പറുകളിൽ ഓരോ വ്യക്തികൾക്കും അധീനതയിൽ വരുന്ന ഭൂമിയുടെ വിസ്തീർണം എന്നിവ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിരുകൾ തീർച്ചപ്പെടുത്തി ഈ പ്രദേശത്ത്, ഈ ബ്ലോക്കിലെ അതിരുകൾ എല്ലാം വ്യക്തമായും അടയാളപ്പെടുത്തി ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടും ഇതിന്മേലുള്ള അതിർത്തി തർക്കങ്ങൾ ഇനി ഇല്ലെന്നുള്ള വിവരം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടും കാണിക്കുന്ന ഒരു വിജ്ഞാപനം വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും പോയി ഗസറ്റിൽ വന്നോ എന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. താലൂക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. ഇല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് പ്രാദേശിക പത്രങ്ങളിൽ വിവരം വരികയും ചെയ്യും. ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച വിവരം സർക്കാർ വിജ്ഞാപനമായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഗസറ്റിൽ നിന്നും അറിയാൻ കഴിയും. ഗസറ്റുകളുടെ ബുക്സ് അല്ലെങ്കിൽ ഗസറ്റിൻ്റെ പകർപ്പ് നിങ്ങൾക്ക് എവിടെ നിന്ന് കാണാൻ കിട്ടുമെന്നോ, അത് മിക്കവാറും ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ ഗസറ്റ് നമുക്ക് നോക്കാൻ കിട്ടും. പഞ്ചായത്തിൽ കിട്ടും, താലൂക്ക് ഓഫീസിൽ കിട്ടും, കൃഷി ഓഫീസിൽ കിട്ടും, ബ്ലോക്ക് ഓഫീസിൽ കിട്ടും, ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ കിട്ടും, പ്രാദേശിക സർക്കാർ അവിടെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടെ കിട്ടും, കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ കിട്ടും, ലൈബ്രറികളിലും കിട്ടും. നിങ്ങൾക്ക് അവിടെ നിന്നും നോക്കി നിങ്ങളുടെ സർവേ നമ്പർ എത്ര ഭൂമിയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. പല ആളുകളും ഇപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ നമ്മൾക്ക് ടാക്സ് അടച്ച റിസിപ്റ്റാണ് നമ്മുടെ പരിപൂർണ ഉടമസ്ഥാവകാശം, ആ ഭൂമി നമ്മുടെ കൈവശത്തിൽ തന്നെ വേണ്ടതാണ് എന്ന് തർക്കിക്കാൻ ഡിജിറ്റൽ സർവേ വന്ന വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആരുടെ കൈവശത്തിലാണോ ഭൂമി എന്നുള്ളത് തീർച്ചപ്പെടുത്തുന്നതിന് കൂടിയാണ് ഡിജിറ്റൽ സർവേ വരുന്നത്. വർഷങ്ങളായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും.
ഇവിടെയൊക്കെ ഇനി തർക്കങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇതൊന്നും കൺക്ലൂസീവായി വരുന്നില്ല. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് തിരൂരിലെ നിരവധി പ്രദേശങ്ങളിൽ ഇപ്പോഴും ഡിജിറ്റൽ സർവേ നടക്കുന്നതോടൊപ്പം വൻ വിവാദങ്ങളാണ് വന്നിരുന്നത്. പലർക്കും അതിർത്തി കല്ലുകളൊന്നും അവിടെ സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ അവർക്ക് അവരുടെ കയ്യിൽ ഒരു സർവേ സ്കെച്ചുണ്ട്. അവർ വില്ലേജിൽ കരമൊടുക്കിയ രസീതുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അവരുടെ കൈവശത്തിലാണ് ആ ഭൂമി എന്ന് തീർപ്പാക്കണം എന്നുള്ളതാണ് ഡിജിറ്റൽ സർവേ നടക്കുമ്പം അവർ ഉയർത്തിയ വിവാദം. പക്ഷേ മറ്റ് ചിലർക്കും ഇത് കയ്യേറി എന്ന് പിന്നെ അവർ ഓപ്പണായിട്ട് പറയുന്നില്ലെങ്കിലും ഇത് അവരുടെ കൈവശത്തിൽ വർഷങ്ങളായി ഉള്ളതാണ് എന്ന നിഗമനത്തിൽ പോയി അതനുസരിച്ച് വാദഗതികൾ ഉയർത്തുന്നവരും ഉണ്ട്. പക്ഷേ ഡിജിറ്റൽ സർവേ നടക്കാത്ത സ്ഥലങ്ങളിൽ ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നു, കഴിയുമെങ്കിൽ കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് നിങ്ങൾ നിങ്ങളുടെ സർവേ കല്ല് സ്ഥാപിക്കുക. ഒരു സ്വകാര്യ സർവേയറെ കൊണ്ടുവന്ന് അളന്ന് നിങ്ങളുടെ അതിർത്തി നിർണ്ണയിച്ച് നിങ്ങൾ കല്ലിട്ട് വെക്കണം. ആ കല്ല് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് തന്നെയാണ് അവർ സ്വീകരിക്കാനുള്ളത്, തർക്കമില്ലെങ്കിൽ. അതിർത്തിയിൽ തൊട്ടടുത്ത ആളിന് തർക്കമുണ്ടെങ്കിൽ പിന്നും പ്രശ്നം വരും. അപ്പോൾ അവർ നിലവിലുള്ള BTR എല്ലാം നോക്കിയതിന് ശേഷം വില്ലേജ് ഓഫീസിലെ പിന്നെ സ്കെച്ചും പരിശോധിച്ചിട്ട് അതനുസരിച്ച് അവർ തീരുമാനിക്കും. ഏറ്റവും കൂടുതൽ വിവാദം വരുന്നത് ചില ആളുകൾ റോഡിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കും. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ അവരുടെ ഭൂമിയിൽ നിന്നാണ് റോഡിലേക്ക് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ കൈവശത്തിൽ അവർ കരമൊടുക്കുന്നതിൽ ഇത്ര സെൻറ്റ് സ്ഥലം ഉണ്ട് എന്നവർ വാദിക്കും. പക്ഷേ റോഡിന് പോയത് അവരുടെ കൈവശത്തിലുള്ള സ്ഥലമാണ്. അതിൽ പിന്നെയും അവർ വാദം വന്നാൽ അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ റോഡുകൾക്ക് മാത്രമായി തന്നെ ഡിജിറ്റൽ സർവേ ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച വിവരങ്ങൾ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എവരുടെ സ്ഥലത്ത് നിന്നും എത്രയാണ് റോഡിലേക്ക് പോയിട്ടുള്ളതെന്ന് വ്യക്തമായും അടയാളപ്പെടുത്തുവാൻ കഴിയുകയും ചെയ്യും. ഇനിയിപ്പോൾ ഡിജിറ്റൽ സർവേയെ തുടർന്ന് ഈ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് ഇനി ഒരു പ്രോസസ്സ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ BTR എന്ന് പറയുന്ന ബേസിക് ടാക്സ് രജിസ്റ്ററിന് പകരം ROR എന്ന് പറയുന്നത് ഒരു കൺക്ലൂസീവ് ഒരു റെക്കോർഡായിട്ട് മാറാൻ പോവുകയാണ്. ROR വരിക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും RRലേക്ക് കടക്കും. ഇത് സംബന്ധിച്ച് കുറേ ഡിസ്കഷൻസൊക്കെ ഫോമൽ ഡിസ്കഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ സർവേ സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള പിന്നെ അപ്പീലുകൾ നമുക്കുണ്ടെങ്കിലും ഡിജിറ്റൽ സർവേയിൽ ആദ്യം ഈ സർവേയർ വന്ന് അളന്ന് നമ്മുടെ പ്രസൻസിൽ അവരെ അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ അതിൽ നമ്മൾ തൃപ്തരല്ലെങ്കിൽ നമ്മൾ അപ്പീൽ കൊടുക്കാം. അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. എൻ്റെ ഭൂമി പോർട്ടൽ വഴിയാണ് കൊടുക്കാൻ. സെക്ഷൻ 11 അതനുസരിച്ച് അപ്പീൽ കൊടുക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്യുകയും വേണം. കൈവശത്തിൽ ഇരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് മനസ്സിലാക്കുക. ചിലർക്കിപ്പോഴും സംശയമുണ്ട്, എക്സസ് ഭൂമി ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ കിട്ടുമോ? നമ്മുടെ ഭൂമി അളക്കുമ്പോൾ അതിൽ കൂടുതൽ ഭൂമി ഉണ്ട് എന്ന് വന്നാൽ എന്തു പറ്റും? അത് നമുക്ക് തന്നെ കിട്ടുമോ എന്ന് വളരെ റീസെൻ്റായിട്ടൊരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യമാണ്. നമുക്ക് കിട്ടും, അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അങ്ങനെയാണെങ്കിൽ സർക്കാരിന് കുറച്ച് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഫെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് പണം അടച്ചാൽ നമ്മുടെ കൈവശത്തിലേക്ക് വരും. അപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു സിവിൽ ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്യും. ഡിജിറ്റൽ സർവേ സമ്പൂർണ്ണമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനെതിരെയുള്ള സിവിൽ സൂട്ടുകൾ കാലഹരണപ്പെടാതെ നിലനിൽക്കുമെങ്കിൽ അതിൻ്റെ കൂടെ വെർഡിക്ഷൻ ഇതിന് ബാധകമാവുകയും ചെയ്യും. ഇപ്പോൾ പുതിയതായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില പുതിയ കാര്യങ്ങൾ സർക്കാരിൻ്റെ ചർച്ചയിൽ നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ഡിസ്കഷൻ ലെവലിലായിട്ടേ ഉള്ളൂ. നിയമസഭയിൽ വന്നിട്ടില്ല. അങ്ങനൊരു നിയമസഭ കൂടെ പാസ്സാക്കിയാലേ അതിലുള്ള ചേഞ്ചസ് വരുള്ളൂ. കാരണം ഈ അധിക ഭൂമി പതിച്ചു കൊടുക്കുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ മിനിസ്റ്റർ ലെവലിലൊക്കെ അങ്ങനെ വരും എന്ന് പറയുന്നുണ്ടെങ്കിലും നിയമസഭയിൽ അത് സംബന്ധിച്ച ചർച്ച വരണം. അതിൻ്റെ ഭേദഗതികൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയിട്ടേ അക്കാര്യത്തിൽ നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ എപ്പിസോഡിൻ്റെ ഭാഗമായി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിൽ നമ്മുടെ സ്ഥലം പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിസ്തീർണം എത്രയാണ്, ആരുടെ പേരിലാണ്, സർവേ നമ്പർ എത്രയാണ് എന്നുള്ള വിവരങ്ങൾ ഒക്കെ തന്നെ പ്രസിദ്ധപ്പെടുത്തുന്നത് ഗവൺമെൻറ് ഗസറ്റിൽ ആയിരിക്കും.